ഹലോ എവറി വൺ. നമ്മൾ WB യീറ്റ്സ് എഴുതിയിട്ടുള്ള ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഒരു പോയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ആ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് WB യീറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് ആ പോയത്തിലേക്ക് പോവാം. വില്യം ബട്ട്ലർ ഈഡ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം കേട്ടോ. അപ്പം അദ്ദേഹം ഒരു ഐറിഷ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് അയർലാൻഡിലാണ്. 1865 അദ്ദേഹം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിറ്റ്സിൽ പെട്ട ആളാണ് കേട്ടോ അദ്ദേഹം. അതുപോലെ അദ്ദേഹം ഒരു പോയറ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഡ്രാമാറ്റിസ്റ്റ് കൂടിയായിരുന്നു. വേറെ കുറച്ച് വർക്കുകളും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1923 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 17ാമത്തെ വയസ്സിലെങ്ങാണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോയട്രീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വേർഡ്സ്വർത്തിൻ്റെയും അതുപോലെ വില്യം ബ്ലേക്കിൻ്റെയും കീറ്റ്സിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഐറിഷ് ആയിട്ടുള്ള മിത്തോളജി, ഫോൾക്ലോർ ഒക്കെ എല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇൻഫ്ലുവൻസ് ആയി നമുക്ക് കാണാൻ പറ്റും. 1889 അദ്ദേഹം മൗണ്ട് ഗോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലവറായിരുന്നു. അവരെ കണ്ടുമുട്ടുകയും ഒരുപാട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അവരെ. പക്ഷേ അവരെ മാരേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു പ്രണയം അദ്ദേഹത്തിൻ്റെ വർക്കിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തീംസായിട്ട് വരുന്നുണ്ടായിരുന്നത് റൊമാൻറ്റിക് രീതിയിലുള്ള എഴുത്തുകളായിരുന്നെങ്കിൽ, പക്ഷേ പിന്നീട് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള എഴുത്തിലേക്ക് അദ്ദേഹം പിന്നീട് മാറുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ നമുക്കൊരു പഠിക്കാനുള്ള ഈ ഒരു പോയത്തിലും ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഒരു പോയത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു ലോകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓർഡറൊക്കെ മാറി ഫുള്ള് ഡിസോർഡറായി ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പം പഴയ ആ ലോകക്രമങ്ങളൊക്കെ മാറിയിട്ട് പുതിയൊരു ഒരു ഭയാനകരമായിട്ട് കാലഘട്ടം ആണ് ഇനി വരാനുള്ളത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഈ ഒരു പോയം എൻഡ് ആവുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞു, ഇതൊരു വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കവിതയാണ്. അഥവാ ആ ഒരു വേൾഡ് വാർ നടന്നതിന് ശേഷം ആ ലോകം എന്ന് പറയുന്നത് അരാജകത്വം, നമ്മുടെ അനാർക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് അനാർക്കി എന്ന് പറയുന്നത്, അരാജകത്വം. അതുപോലെ ഒരുപാട് അക്രമങ്ങൾ, വയലൻസ്, ഫിയർ, ഡിസോർഡർ, ഇതുകൊണ്ടൊക്കെ ആകെ നിറഞ്ഞ ഒരു മോറലായിട്ടുള്ള തകർച്ച ആണ് നമുക്ക് ആ ഒരു യുദ്ധത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോയത്തിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു കവിത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫാൾക്കന്, അതിൻ്റെ ഓണറായിട്ടുള്ള ഒരു ഫാൾക്കറിനെ അനുസരിക്കാതെ കൂടുതൽ ദൂരത്തേക്ക് പറന്നു പോകുന്നതായിട്ടാണ് കവി പറയുന്നത്. അപ്പം ഇതിലൂടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ പഴയ ഒരു ഓർഡർ, നിയന്ത്രണം, ഇതൊക്കെ ഇല്ലാതായി പോകുന്നൊരവസ്ഥയാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. അഥവാ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ലോകത്തെ ലോകം വലിയൊരു നാശത്തിലേക്കാണല്ലേ നയിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഡിസോർഡറുകൾ, ഫിയർ, വയലൻസ്, ഇതൊക്കെ കണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ടൈമിൽ അനാർക്കി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് ആകെ സ്പ്രെഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പോയിട്ട് പറയുന്നത്. നല്ല ആളുകൾക്ക് അവരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. എന്നാൽ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ആവേശത്തോടെ പ്രവർത്തിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സൊസൈറ്റിയുടെ തന്നെ ഒരു മോറലായിട്ടുള്ള ഡിക്ലൈൻ ആണ് നമുക്ക്, അഥവാ ഒരു ധാർമ്മികമായിട്ടുള്ള തകർച്ചയാണ് നമ്മുടെ പോയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് സ്റ്റാൻസയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു നാശത്തിൽ നമ്മുടെ കവി പ്രതീക്ഷിക്കുന്നത് ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വിശ്വാസം, ക്രിസ്ത്യ മതത്തിലുള്ള ഒരു വിശ്വാസമാണല്ലോ. ജീസസ് ക്രിസ്റ്റിൻ്റെ ഒരു ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഒരു നാശത്തിൽ നിന്നും രക്ഷിക്കാൻ ആര് വരും? നമ്മുടെ ജീസസ് ക്രിസ്റ്റി വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ ഒരു വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈറ്റ്സിൻ്റെ കവിതയിൽ ശരിക്കും ക്രിസ്റ്റ് അല്ല വരുന്നത്. നേരെ മറിച്ച് ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിചിത്ര ജീവിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ റഫ് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ജീവി, അഥവാ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന റഫ് ബീസ്റ്റ്. ആ റഫ് ബീസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലയൻ്റെ ബോഡി ആയിരിക്കും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഹെഡായിരിക്കും അവർക്കുണ്ടാവുക. ആ ഒരു ബോഡി, ആ ഒരു ശൈലിയിലുള്ള ഒരു ജീവിയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഇനി എന്തൊക്കെയോ ഇനിയും വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈറ്റ്സ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഈ ഒരു ജീവി, റഫ് ബീസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ജീവി ബത്ലഹമിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നത്. ഈ ബത്ലഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീസസ് ക്രിസ്റ്റി ജനിച്ചിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അഥവാ നമ്മുടെ ക്രിസ്റ്റിന് പകരം ഒരു ദുഷ്ട ശക്തിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ഇതിലെ ബിബ്ലിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റ്. അഥവാ ഒരു ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യൻസിന് ബിലീവ് ഈ ഒരു ക്രിസ്ത്യൻ്റെ റിട്ടേൺ ആണല്ലേ. അപ്പം എല്ലാ ക്രമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആര് വരും? യേശു ക്രിസ്തു വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ഐഡിയ അദ്ദേഹം എടുത്തിട്ട് ചെറിയൊരു മാറ്റം അവിടെ കൊണ്ടുവരണം. അപ്പം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സേവിങ്ങിന് പകരം അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത് ഒരു ടെറിഫിങ് ആയിട്ടുള്ള ഒരു ബീസ്റ്റിനെയാണ്. അഥവാ നമ്മുടെ രണ്ടാം വരവിൽ ഒരു ഡാർക്ക് വേർഷനാണ് നമ്മുടെ ഇതിലൂടെ, ഈ ഒരു പോയത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോയം ശരിക്കും എഴുതിയിട്ടുള്ളത് 1919 കേട്ടോ. അപ്പം അഥവാ ജസ്റ്റ് ആഫ്റ്റർ ദ വേൾഡ് വാർ ഫസ്റ്റ്. അപ്പം ഈ ഒരു വാർ എന്തിനൊക്കെ കാരണമായി? ഡെത്ത്, സഫറിങ്, ഹങ്കർ, ഡിസ്ട്രക്ഷൻ, ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഈ ഒരു വാർ കാരണമായി. അപ്പം ആ ഒരു സൊസൈറ്റിയിൽ ആകെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ആളുകൾക്ക്, ഗുഡ് പീപ്പിളിന് അവരുടെ പവറുകളൊക്കെ കുറഞ്ഞു. അതുപോലെ
മോശപ്പെട്ട ആളുകൾക്ക് എന്താണ് അവർ ബിക്കം സ്ട്രോങ്ങർ എന്നുള്ളതാണ്, അവരൊന്നും കൂടെ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ ഫാസിസം ഉണ്ടായി, നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ചിട്ട്, അതുപോലെ ഇതൊക്കെ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ഒരു കാരണമായി. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം ശരിക്കും ഈ ഒരു പോയത്തിനുണ്ട്. അപ്പം ഇനി വരാനുള്ള കാര്യം സെക്കൻഡ് വേൾഡ് വാർ ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് എന്തോ മുൻകൂട്ടി ഇനിയും എന്തൊക്കെ വരാനുണ്ടെന്നുള്ള രീതിയിലാണ് ശരിക്കും അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതാണ് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് എന്താണ്, വേൾഡ് ഫുൾ ഓഫ് വയലൻസ്, ഡിസ്ട്രക്ഷൻസ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റിലെ. അതുപോലെ എന്താണ് ആ ഒരു ഫാൾക്കൺ എന്നാണ്, ആ ഒരു ഫാൾക്കണിൻ്റെ അടുത്തുനിന്ന് ഫ്ലൈസ് അവേ എന്നുള്ളതാണ്, ദൂരേക്ക് പറന്നു പോവാണ്. അപ്പം അവിടെ എന്താണ് മനുഷ്യന്മാർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അവിടെ അതിലൂടെ നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അപ്പം നല്ല ആളുകൾ എന്താണ് വീക്കായി പോവുകയും സൈലൻ്റ് ആയി പോവുകയും എന്താണ് എവിൽഡ് ആയിട്ടുള്ള ആളുകൾ അവർ നല്ല ആക്റ്റീവായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ എത്തുമ്പോൾ എന്താണ് ഒരു ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്രിസ്ത്യന് പകരം ആരാണ് വരുന്നത്, ബീസ്റ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പം ഒരു വയലൻസിൻ്റെയും ഡിസ്ട്രക്ഷൻ്റെയൊക്കെ ഒരു ന്യൂ ഏജ് ആയിട്ടാണ് നമ്മുടെ റഫ് ബീസ്റ്റ് വരുന്നത്. റഫ് ബീസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്, ഗോ ടു ബത്ലഹേമിലേക്കാണല്ലേ. അപ്പം ആ ഒരു സംഭവം കാണിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. എങ്ങനെ വെച്ചാൽ ഷോയിങ് അ പോയിറ്റ്സ് ഫിയർ, ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ള കാര്യത്തിലുണ്ട് ഒരു പേടിയും അതുപോലെ എന്താണ് ഒരു അൺസർട്ടനിറ്റി ഒക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും ഈ ഒരു പോയം ഒരു ക്വസ്റ്റ്യനോട് കൂടെ തന്നെയാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. അത് കാണിച്ചിട്ട് ഇനിയും എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ള സൂചന ചെറിയ രീതിയിൽ തന്നിട്ടാണ് ഈ ഒരു കവി പോയം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് സിംബലിസം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാൽക്കൺ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന്മാരെ ഒരു മോഡേൺ ഹ്യൂമാനിറ്റിയുടെ പ്രതീകമാണ്. അവരെന്താണ് ഒരു മോറൽ സെൻറ്ററിൽ നിന്ന് എന്താണ് അവർ അകന്ന് മാറിക്കഴിയുന്ന ഒരു പ്രതീകമാണ് ഫാൽക്കൺ എന്ന് പറയുന്നത്. ഫാൽക്കണർ ആണെങ്കിലോ ഒരു ഗോഡിൻ്റെ പ്രതീകമാണ്. ഇപ്പം ഈ ഫാൽക്കണിൻ്റെ അടുത്ത് നിന്ന് ഫാൽക്കൺ എന്താണ് ദൂരേക്ക് അകന്ന് മാറി പോകുന്ന, ഗോഡുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ പോകുന്ന ആളുകളാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നത്, നമ്മുടെ ക്രിസ്റ്റിൻ്റെ ഒരു റിട്ടേൺ ആണല്ലേ. അതുപോലെ റഫ് ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂ വയലൻസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് സിംബലിസം ഇതിൽ നമ്മുടെ പോയിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 4 കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.